ആമേൻ ആമേൻ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും പ്രിയ സജി പാസ്റ്റനും കുടുംബത്തിനും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തലയിലപ്പുറമിലെ പ്രാർത്ഥനയുടെ ഈ മാസത്തെ ഈ ദിനത്തിൽ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ദാസന്മാരെ ദൈവവചനം നന്നായി പ്രസംഗിക്കുന്നവരൊക്കെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് മെസ്സേജിലും അവസാന സമയത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം 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 എന്ന് ഞാൻ പറയുന്നൊരു വാക്യം പ്രവൃത്തി പുസ്തകത്തിലെ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് തിരികെ വരും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടല് എന്നുള്ളത്, അവൻ്റെ ആ പ്രത്യാശ എന്നുള്ളത് കർത്താവ് വന്ന് നമ്മളെ ചേർക്കും എന്നുള്ളതാണ്. ഏതവസ്ഥയിൽ നിന്ന്? കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത. വെളിപ്പാട് 21-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ ആ അനുഭവത്തിലൂടെ സ്വത്രം കർത്താവ് നമ്മളെ ചേർക്കുകയാണ് ചെയ്യും. ഇന്ന് ഈ ലോകത്ത് എന്തുണ്ട്? കഷ്ടതയുണ്ട്, കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, മരണമുണ്ട്. സ്വത്രം ഈ 5 കൂട്ടം കാര്യങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ നടമാടുമ്പോൾ ഇത് 5 കൂട്ടം കാര്യങ്ങളും ഇല്ലാത്ത സ്വർഗീയമായ സന്തോഷത്തിന്റെ തിമിർപ്പിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവ് നമുക്ക് തരാൻ പോകുന്നതെന്ന് നമ്മൾ ഓർക്കുമ്പോൾ എത്ര സന്തോഷമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഒന്ന് വായിച്ചു പോകാൻ താല്പര്യമുണ്ട്. അമ്മാമ്മ ഒന്ന് വായിച്ചാട്ട്. റോമർ 8-ന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ആത്മനിയോഗത്താലാണ് ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. ആമീൻ. സ്തോത്രം. റോമർ 8-ന്റെ 18 മുതൽ എല്ലാ ദൈവമക്കളും മനഃപ്പാഠമാക്കിയിരിക്കേണ്ട ഒരു വേദഭാഗമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ അപ്പൊ നമ്മുടെ കഷ്ടങ്ങൾ സാരമോ, അതായത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന എന്തുകൊണ്ടാണ്? വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു വെളിപ്പെടാനൊരു തേജസ് ഉണ്ട്. അർത്ഥം, ആദാം നഷ്ടപ്പെടുത്തിയ ആ തേജസ്സിന്റെ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. സ്തോത്രം. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. കേട്ടോ. അപ്പൊ ആ തേജസ്സിന്റെ അനുഭവം പ്രാപിക്കാനായി ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. മറ്റൊന്നിനുമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള നന്മകളൊക്കെ, അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് തന്നു, കുഞ്ഞുങ്ങളൊക്കെ തന്നു. സ്തോത്രം. എല്ലാം സന്തോഷമാണ്. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം ആദാം നഷ്ടപ്പെടുത്തിയ തേജസ്സിലേക്ക് കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ആ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനെ തടസ്സം ചെയ്യാനായിട്ടാണ് ദുഷ്ടനായ സാത്താൻ വിവിധ നിലയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മഹാസന്തോഷം, ആ തേജസ്സിന്റെ ശരീരം, അരൂപാന്തര ശരീരം പ്രാപിച്ച് ദൂതതുല്യരായി സ്വർഗത്തിൽ ജീവിക്കുന്ന മഹത്തരമായ അനുഭവം പ്രാപിച്ചെടുക്കാൻ നമ്മളെ അതിൽ നിന്ന് വിലക്കുകയും നമ്മൾ അതിനുള്ള തടസ്സം നിൽക്കുകയും നമ്മളെ പുറകോട്ട് വരികയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഈ ലോകത്തിലുള്ളതെന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ സാത്താൻ തകർത്ത് കളയാതെ നമ്മൾ മുമ്പോട്ട് വെച്ച കാലം പുറകോട്ടെടുക്കാതെ മുമ്പോട്ട് തന്നെ ഓടി ആ ലക്ഷ്യം പ്രാപിക്കുവാൻ ദൈവമക്കൾ കരുതിക്കൊള്ളണമെന്നൊരു ദൂത് ഇന്ന് പോൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അടുത്ത സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അടുത്ത വിടുതലും പ്രാപിക്കും. അതായത് മനുഷ്യവർഗം ഒഴികെ മറ്റുള്ള സൃഷ്ടികൾ അവർക്കൊരു റിലീസ് ഉണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരിക. അടുത്ത
മനഃപൂർവ്വമായിട്ടല്ല, ആ അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. അടുത്ത സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അടുത്ത ഇനി നമ്മുടെ വിഷയം വരിക. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഞരക്കമുണ്ടോ നമുക്ക്? ഞാൻ കരയുന്ന ഒരു ദൈവദാസനാണ്. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ ഒരു മടിയില്ല. എന്റെ കരച്ചിൽ എന്താണെന്നറിയാമോ? കർത്താവേ, ഏത് നിലയിലും എനിക്ക് ആ നിത്യത പ്രാപിച്ചെടുക്കണം. ഈ ഭൂമിയിലെ ജീവിതം കഷ്ടപ്പാടുകളാ, ബുദ്ധിമുട്ടുകളാ, ഞെരുക്കങ്ങളാ, പ്രയാസങ്ങളാ, രോഗങ്ങളാ, വിവിധ നിലയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഈ ശരീരം നിന്ന് മാറ്റപ്പെട്ട് കർത്താവെ നിത്യത പ്രാപിക്കുവാൻ എനിക്ക് സ്വർഗം ഇടയാക്കണമേ. കാരണം ദുഷ്ടനായ സാത്താൻ ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജഡം, ലോകം, പിശാച് നമുക്കെതിരാ. നിത്യത പ്രാപിച്ചെടുക്കാൻ നമ്മുടെ ജഡവും ലോകവും പിശാചും നമുക്കെതിരായി നിൽക്കുമ്പോൾ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് വിജയശ്രീയിൽ ആളിതരായി നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഞരക്കം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, എന്റെ ഭൗതിക വിഷയങ്ങൾക്ക് എങ്ങനെ ക്രമീകരണം ഉണ്ടാകും എന്നുള്ള ഞരക്കം അല്ല കേട്ടോ. അത് മനസ്സിലാക്കണം. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരപ്പെടരുത്. അവർ വിചാരപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും അതുപോലെ ദൈവമക്കൾ വിചാരപ്പെടുന്നവരാണ്. വിചാരപ്പെടരുത്. ആദിയിൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ആ പാക്കേജ് നമുക്ക് കിട്ടും. ഇനിയും കിട്ടുന്നില്ല. എന്റെ കൂടെയുള്ള ഒരു സഹോദരനോട് ഞാൻ എപ്പോഴും പറയാനുള്ള, ഫ്രാൻസിസിനോട്, സഹോദര, നീ ആദ്യം രാജ്യവും നീതി അന്വേഷിക്കും. ഞാൻ ശരിക്കും ശാസിക്കും പുള്ളിയെ. ശാസിച്ചാലും സ്നേഹമാമളോട് ചില സമയത്ത് വിട്ടു പോവുകയൊക്കെ ചെയ്യും. കുറച്ച് ദിവസമൊന്നും ഫോൺ വിളിക്കത്തില്ല, നിരാശ കൊണ്ടൊക്കെ. ഞാൻ പറയും, നിന്റെ നന്മയ്ക്ക് വേണ്ടി ശാസിക്കുന്നത്. നീ ആദ്യം ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കേ. ഭൗതികമായ നന്മകളെക്കാൾ ഉപരി ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുമ്പോൾ നിനക്കുള്ള പാക്കേജ് പത്രോസ് പറയുന്നു, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും എന്ത് ചെയ്തിരിക്കുന്നു? ദാനമായി തന്നിരിക്കുന്നു. അതാ എന്റെ കാര്യം. തന്നിരിക്കുന്നു, തരുമെന്നല്ല, തന്നിരിക്കുന്നു. ഓൾറെഡി തന്നിരിക്കുന്നു. അതെങ്ങനെ പ്രാപിച്ചെടുക്കണം? ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിച്ച് അത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് കയറട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നു. സ്തോത്രം, വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്ത് വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുക. ആമേൻ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം. അടുത്ത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. മതി, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വായിച്ച വേദഭാഗത്തെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. ഇതിനെ വാഴ്ത്തി നുറുക്കി ആത്മീകമായ ഭോജനമായിട്ട് കർത്താവേ, ദാസന്മാരാകുന്ന ഞങ്ങൾക്കും ദാസിമാർക്കും അവിടെ നിന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനങ്ങൾ ഭക്ഷിച്ച് ബലപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, നിത്യത പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി വിജയശ്രീ ലാളിതരായി ക്രിസ്തുജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും, വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവകൃപ കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറച്ചാട്ട് ഐശ്വര്യമായ ദൈവാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ തന്ന് ഞങ്ങളെ മാനിച്ചാട്ട് മഹത്വം മുഴുവൻ കർത്താവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എബ്രായ ലേഖനം എഴുതുന്നത് എബ്രായയിലെ വിശ്വാസികൾക്കാണ് എന്ന് നമുക്ക് അറിയാം. ശരിയാണത്. എബ്രായയിലെ വിശ്വാസികൾക്ക് ആ വചനം എഴുതുമ്പോൾ അതിൻ്റെതായ നിലയിൽ ഇച്ചിരി കട്ടിയായിട്ടാണ് പൗലോസ് എഴുതുന്നത്. അത് ചോദിക്കും, പാസ്റ്റർ അതിന് എന്താണ് ഒരു തെളിവെന്ന് ചോദിച്ചാൽ ആ തെളിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ എബ്രായ ലേഖനം
10-ാം അധ്യായത്തിന്റെ 26, 27, 28, 29, 30 വാക്യങ്ങൾ. സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വായിക്കാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അപ്പൊ ഇത് ഇച്ചിരി ലഘുവായിട്ടാണോ നമുക്ക് തോന്നുന്നത്? കട്ടിയായിട്ടായി. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവൻ എന്ത് ചെയ്തു? 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുക. ഇനി അടുത്ത ഭാഗം വായിക്കാം. അതിന്റെ താഴെയുള്ള ഭാഗം അതാ പുതിയ നിയമ വിശ്വാസികൾക്ക് വരികയാണത്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. അടുത്ത വാക്യം. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്ന് മരളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. അടുത്ത വാക്യം. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത്. ഈ ഭാഗം, ഈ സ്ക്രിപ്ചർ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട വിഷയമാണ്. ഇവിടെ മോശൈക പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ. ഇത് ഈ നിലയിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത എന്ന് വെച്ചാൽ ഒരു ദൈവഭയം നമ്മുടെ ഉള്ളിലേക്ക് വരാനിടയായി. ആഴത്തിലൊരു ദൈവഭയം നമ്മുടെ ഉള്ളിൽ വരും. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവനും ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവനും ദൈവം ശിക്ഷ കൊടുക്കുമെന്ന് ഈ വേദഭാഗം പൗലോസ് ശക്തമായി പഠിപ്പിക്കുക. പക്ഷെ ഇത് എഴുതി വെച്ചത് ഏത് ലേഖനത്തിലാണ്? എബ്രായ ലേഖനത്തിലാണ്. എബ്രായരോടാണ് എഴുതിയത്. അപ്പൊ എബ്രായർക്ക് എഴുതുമ്പോൾ തന്നെ ജാതികളായ നമുക്കും യവനായരായ നമുക്കും കൂടി ഈ വചനം നിലകൊള്ളുന്നു എന്ന് നമ്മൾ ഗ്രഹിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ആലോചന, കർത്താവിന്റെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാകട്ടെ. സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തകൾ, വീട്ടിലിരുന്നപ്പോഴും വണ്ടിയിലിരുന്നു ഞാനത് ചിന്തിച്ചും, ഞാനിങ്ങനെ വചനങ്ങളൊക്കെ ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ യാത്ര ചെയ്യുന്നു. സ്തോത്രം പറഞ്ഞും ആത്മാവിൽ ആരാധിച്ചും ഒക്കെ എൻ്റെ യാത്ര അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. മരണത്തിന്റെ കണികൾ പോലും ഒഴിഞ്ഞു പോകുവാൻ ആ ആത്മാവിലുള്ള പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർക്കുന്നത് ഓർക്കുമ്പോൾ വലിയ അത്ഭുതമാണ് ദൈവമക്കളെ. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങളെ കുറിച്ച് പ്രസംഗിക്കുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഞാനത് യഹോവ നല്ലവനെന്ന് ടെസ്റ്റ് ആൻഡ് ടേസ്റ്റ്. പറ്റുമോ? നമുക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ? 2024 ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട ആളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ചിന്ത. പക്ഷേ കർത്താവ് എന്നെ നിലനിർത്തിയിരിക്കുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവൻ നിലനിൽക്കുന്നതോളം കാലം ഈ ദൈവവചനം പ്രസംഗിച്ച് ദൈവസഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യമായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുക. അതിനെ തടയുന്ന, അതിനെ തടസ്സം ചെയ്യുന്ന വിവിധ നിലയിലുള്ള പോരാട്ടങ്ങൾ എനിക്കുണ്ട്. ഒത്തിരി എതിരാളികൾ ആത്മീയ കോളത്തിലുണ്ട്. ഇതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് പദ്ധതി ഉള്ളത് അത് നിറവേറ്റുവാൻ യാതൊരു ലാഭയിച്ച കൂടാതെ കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുവാനാണ് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കും. ഞാനത് നിങ്ങൾക്കറിയാമോ, ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിച്ചിട്ട് ഒരു ചക്ക തന്ന സന്ദർഭമുണ്ട്. പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. ആ ചക്ക മേടിച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? പ്രാഗിട്ട് പറയാനോ, കർത്താവേ ചക്ക തന്നതിനാൽ സ്വോത്രവും 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 എന്ന് പറഞ്ഞ ചക്കയായിട്ട് ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞ് ചില സ്ഥലത്ത് എല്ലാം നേരത്ത് അവർ പറയാനുള്ള ഒന്നും കയ്യിലില്ല. അത് അങ്ങനെ ഇല്ലെന്ന് വരുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പിടക്കലാണ്. ഉടനെ പേഴ്സ് തപ്പിയിട്ട് എനിക്ക് തിരിച്ചു പോകാനുള്ള യാത്ര എൻ്റെ ഭാഗ്യ കാശിട്ട് ഞാൻ വിളിച്ചു കൊടുത്തിട്ടു. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം ലാഭയിച്ച കൂടാതെ ദൈവവചനം പ്രസംഗിച്ച സഭയെ നവീകരണത്തിലേക്ക് നടത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുവാനുള്ള ശുശ്രൂഷയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. അതിലെന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതികൂലം വന്നാലും എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു സാധുവായ ദൈവമനുഷ്യനാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ 2 ആഴ്ച ഇങ്ങനെ ഡിലേ ആയി. ആ 2 ആഴ്ച ഡിലേ ആയത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു.
ഞാൻ ബലഹീനനായിരുന്നു, എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥ പോലെ ആയിരുന്നു. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഡേറ്റ് കുറച്ച് നീണ്ടു കിട്ടിയപ്പോൾ എനിക്ക് ബലം കിട്ടി. പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടി ഇന്ന് പിൽക്കാലം കർത്താവ് നമുക്ക് വചനങ്ങളെ തന്ന് മാനിക്കാൻ പോകുകയാണ്. അപ്പോൾ മോശയുടെ പ്രമാണം അനുസരിക്കാത്തവനും ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷയുണ്ടെന്നുള്ളത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26, 27, 28, 29, 30, 31 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി എന്തോ ചെയ്യണം? കർത്താവിന്റെ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷ ഉണ്ടെന്നുള്ളത്. ഈ ഭാഗം വേറൊരു ഭാഗം കൂടി തെളിയിച്ചിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ഇതൊക്കെ കുറിച്ചിട്ട് പഠിക്കണം ദേവദാസന്മാര്. അത്ര കനുമേറിയ സബ്ജക്റ്റുകളാണ്. വായിക്കാം. 2-ന്റെ 1, 2, 3, 4. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ആമേൻ കേട്ടത് അധികം ശ്രദ്ധയോടെ എഴുതിക്കൊള്ളുവാൻ ആവശ്യം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം ആമേൻ സ്ഥിരമായിരിക്കും. ഓരോരോ ലംഘനത്തിലും ഹല്ലേലൂയ ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, ഇപ്പൊ മനസ്സിലായില്ലേ? ഈ 2 സ്ക്രിപ്ചർ കൂടി വേദഭാഗത്തിന്റെ ഈ അധ്യായങ്ങൾ, ഈ വേദവചനങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ട ആവശ്യം ദൂതന്മാർ മുഖാന്തരം അരുളിയവല്ലോ. ഏതാ ഈ ദൂതന്മാര്? മീഖായേലിനെ കുറിച്ചൊന്നും പറയുന്നതല്ലേ ഇത്? മോശ ഒരു ദൂതനാണ്. പഴയ നിയമ പ്രവാചകന്മാർ ദൂതന്മാരാണ്. പുതിയ നിയമ സഭയിലെ ശുശ്രൂഷകന്മാര് ദൂതന്മാർക്ക് തുല്യമാണ്. സ്തോത്രം. അപ്പോ പഴയ നിയമത്തിലെ ദൂതന്മാർ മുഖാന്തരം അരുളിയ വചനം മോശ മുതൽ ആദിയായ യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ പ്രവാചകൻ, ഹോശേ മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാർ എഴുതിയ അരുളപ്പാടുകൾ. സ്തോത്രം. അതിൽ ദാവീദുണ്ട്, സോളമനുണ്ട്. പഴയ നിയമത്തിൽ ഒത്തിരി ശക്തന്മാരായ പ്രവാചകന്മാരുണ്ട്. അവരെല്ലാം എഴുതി വെച്ച വചനം സ്ഥിരമായിരുന്നു. ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് എഴുതിയ വചനം സ്ഥിരമായിരുന്നെങ്കിൽ ആ വർഷം തൊട്ട് ഈ വർഷം വരെ അത് സ്ഥിരമാണോ? അല്ല. പഠിക്കണം. അപ്പോൾ ഡിസ്പെൻസേഷൻ യുഗങ്ങൾ എന്നൊരു സബ്ജക്റ്റ് പഠിക്കേണ്ടി വരും. നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, മഹോദരയുഗം, നിത്യയുഗം, ആദ്യായ യുഗങ്ങൾ ഏകദേശം 9 യുഗങ്ങളുണ്ട്. ആ യുഗത്തിന്റെ ആരംഭം മുതൽ ആ യുഗത്തിന്റെ അവസാനം വരെ ദൈവം കൊടുത്ത ആ യുഗത്തിൽ വേണ്ടി കൊടുത്ത പ്രമാണങ്ങൾ അത് സ്ഥിരമായിരിക്കും. അതിന് മാറ്റം വരാൻ പാടില്ല. വലിയ പഠനമാണത്. എബ്രായ വിശ്വാസികളെ പ്രബോധിപ്പിക്കുമ്പോൾ സ്തോത്രം പൗലോസ് പറയുന്ന ആ കട്ടിയായ അനുഭവം ദൂതന്മാർ മുഖാന്തരം അരുളിയ വചനം സ്ഥിരമായിരുന്നു. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു ഒനിയുടെ TV ഒക്കെ ഇങ്ങനെ റിബൺ കൊണ്ടൊന്ന് കെട്ടിയിട്ട് പ്രതിഫലമായിട്ട് കൊടുക്കുന്നില്ല. ചുട്ട അടിയെ കുറിച്ച് എവിടെ പറയുന്നേ? സ്വത്രം. ന്യായമായ പ്രതിഫലം, അപ്പൊ അനുസരണക്കേടിന് എന്തായാലും സമ്മാനമല്ല, അടിയാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ? അപ്പൊ അനുസരണക്കേട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് പാട്ടും പാടി പുറപ്പെട്ടിട്ട് എന്താ പറ്റി? വാഗ്ദത്ത കനാനിൽ കാല് വയ്ക്കാതെ എല്ലാവരും പോയി. എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭയവും വിറയലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൂതന്മാർ മുഖാന്തരം അരുളിയ വചനം സ്ഥിരമായിരുന്നു. ആ യുഗത്തിന്റെ ആരംഭം മുതൽ ആ യുഗത്തിന്റെ അവസാനം വരെ സ്ഥിരമായിരുന്നു. അതവർ അനുസരിക്കണമായിരുന്നു. അതിനൊരു തെളിവ് തരാം. ന്യായപ്രമാണ യുഗത്തില് പ്രമാണം അനുസരിക്കണമെന്നുള്ളതിന് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമായി കഴിഞ്ഞിട്ട് കുഷ്ഠരോഗിയുടെ കർത്താവ് എന്താവും? നീ പോയി പുരോഹിതനെ കാണിച്ച് നീ പോയിരുന്ന് പാട്ടുപാടി ആരാധിക്കാനല്ല. കാരണം അത് പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് വന്നതിന് ശേഷം പുതിയ നിയമ പ്രമാണം തുടങ്ങുക. എന്നാൽ അവൻ ന്യായപ്രമാണത്തിന്റെ വ്യക്തമായോണ്ട് പുരോഹിതനെ കാണിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക. യേശു കുഞ്ഞ് ജനിച്ചപ്പോഴും പ്രാവ് കുഞ്ഞിനെയും കൊണ്ട് പുരോഹിതന്റെ അടുക്ക പോയല്ലേ? നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഓരോ യുഗങ്ങളിലും ആ യുഗത്തിന്റെ ആരംഭം മുതൽ അത് അവസാനം വരെ ആ പ്രമാണം അനുസരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമമാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമയുഗത്തിൽ പുതിയ നിയമസഭയുടെ ആവിർഭാവം, പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം
അവിടെ രക്ഷിക്കപ്പെട്ടു വന്ന 3000 പേര്. പ്രവൃത്തി 2:42. പെട്ടെന്ന് വായിച്ചാൽ എനിക്ക് കാണാതെ അറിയാ വാക്യം. നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നുകൂടി വീഴാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ പറയുന്നത്. പ്രവൃത്തി 2:42. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇനി അതിന്റെ ലാസ്റ്റത്തെ വാക്യം, അധ്യായത്തിന്റെ ലാസ്റ്റ്. ചെയ്തു. അടുത്ത കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭ. ഇത് കർത്താവിന്റെ സഭ. ഇതാ, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരം അതിന് ജയിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞ ആ സഭ ഇതാ. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏത് സഭ? കർത്താവിന്റെ സഭയോട്. ആരെ ചേർത്തുകൊണ്ടിരുന്നു? രക്ഷിക്കപ്പെടുന്നവരെ. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഉപദേശം കേട്ട് കൂട്ടായി വരച്ചപ്പോൾ തുറക്കി പ്രാർത്ഥന കഴിച്ചു വരുന്നവരെ കർത്താവ് തന്റെ സഭയോട്. അപ്പൊ സഭയുടെ ഉപദേശം അപ്പോസ്തലന്മാരുടെ ആണെന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കുക. അത് ഉറപ്പിക്കാനായിട്ട് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇവിടെയെന്ന് വായിക്കാം. സജീവ്രതത്തെ കുറിച്ച് സൈബാസ് കുറിച്ചിട്ടോണം. ഇതൊരു സ്റ്റഡി കൂടിയാണ്. 2 പത്രോസ് 3-ന്റെ 1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. അതാണ് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് അമ്മാമേ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ എന്നുള്ളത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങളെയാണ് പത്രോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളേണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പുതിയ നിയമസഭയുടെ ഭർത്തൃത്വം പറയാണ്, മുൻപറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പന. അപ്പൊ അപ്പോസ്തലന്മാരോട് തന്നത് കൽപ്പനയും മുൻപറഞ്ഞ വചനങ്ങളും. 2 നമ്മൾ ഓർക്കണം, പഴയതും പുതിയതും. ഹല്ലേലൂയ. ആ പഴയത് നമ്മൾ ഓർത്തിരിക്കണം, ബുദ്ധി ഉപദേശമായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ അനുസരിക്കാനുള്ളത് അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പന. ഇനി 1 കൊരിന്ത്യർ 14:37 കൂടി വായിക്കും. 14:37 വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. വായിച്ചോട്ടെ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലെ 37-ാം വാക്യം. 38 കൂടി വായിച്ചോ. താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞു. അടുത്ത വാക്യം കൂടി വായിച്ചു. അത് അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ എന്നുള്ള വാക്യത്തെ ഞാൻ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ അവസാനം കർത്താവ് കൊണ്ടുവന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ഏതാണെന്നറിയാമോ അത്? കറക്റ്റ്, 100 മാർക്ക്. ചെവിയുള്ളവൻ കേട്ട്. ഈ വചനങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാനല്ല. അവൻ അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം, അതും എൻ്റെ ഹൃദയത്തിൽ തരിക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം എടുത്താട്ട്. ഞാനത് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാനിടയിൽ ഇപ്പോഴും എനിക്ക് ദൈവാത്മാവിൽ ഹേമമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, 22-ന്റെ 11-12 ഞാനങ്ങ് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോ അനീതി ചെയ്യുന്നവനോട് അനീതി ചെയ്യണ്ടെന്ന് പറയുന്നു. ശ്രദ്ധിച്ചേ ചെയ്തോണ്ടിരുന്നോളാൻ. അനീതി ചെയ്യുകയാണെങ്കിൽ ചെയ്തോ. നീ അശുദ്ധനാണെങ്കിൽ അശുദ്ധനായിക്കൊണ്ടിരുന്നോ. എന്താ കാര്യം ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ എന്താന്ന് പറയാ. അല്ല, ഇത്ര ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം അവസാന, അതായത് ഈ വേദപുസ്തകത്തിലെ അവസാനത്തെ അധ്യായം 22-ആണ്. ഈ 22 വരെയുള്ള വാക്യത്തിലൂടെ ഉപദേശിച്ച് പഠിപ്പിച്ച് കേൾപ്പിച്ച് ദൈവം ജനത്തോട് ഇടപെട്ട് പ്രവാചകന്മാരുടെ, പഴയ നിയമ പുതിയ നിയമ പ്രവാചകന്മാരുടെ ഇടപെട്ട് അവസാനം ദൈവത്തിന് സഹികെട്ടെന്നൊരു ചിന്തയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നീ അനീതി ചെയ്തോ, ഇനി നീ എന്ത് ചെയ്യാ, അനീതി ചെയ്തോ, ഇനി നീ വിശുദ്ധനാകട്ടെ, നീ അശുദ്ധിയിൽ കിടന്നുരുണ്ടോ, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ. അതല്ലേ അതിന്റെ ദ്വയാർത്ഥം. ചിന്തിച്ചേ.
എന്നെ തിരുത്താൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. രാവിലെ ഇവിടെ വന്നപ്പോൾ 2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എനിക്കത് സന്തോഷമായി. രാഷ്ട്രീയക്കാരെ ചീത്ത പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല നമുക്ക് കിട്ടാൻ. പുതിയ നിയമസഭയിലുള്ളവരോട് പറഞ്ഞാൽ കുഴപ്പമില്ല. ലോക മനുഷ്യരോട് പറഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിക്കാം. നല്ല കാര്യം. സ്വത്രം. വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയക്കാരോട് എനിക്ക് ഇച്ചിരി കൂടി പോകണമെന്ന് 1-2 പേരെ എനിക്ക് സൂചനയൊക്കെ തന്നു. അപ്പൊ ഇവിടെ വെച്ചപ്പോൾ ഒന്നുകൂടി കിട്ടി. കുഴപ്പമില്ല, നല്ല കാര്യം. കാരണം അവർ വിമർശിച്ചിട്ട് എന്ത് ചെയ്യാനാ? പ്രമാണം കൈ കൊണ്ട് നടക്കുന്നവരാണോ അവർ? അല്ലല്ലോ. യവനായല്ലേ, ജാതികളല്ലേ. എന്നാൽ പ്രമാണം കൊണ്ട് നടക്കുന്നത് നമ്മൾ പ്രമാണം തെറ്റിച്ച് ജീവിക്കുമ്പോൾ അവരോട് പറയാം, സഹോദര നീ പോകുന്നത് ശരിയല്ല, നേരായ പാതയിലേക്ക് വരണം. അത് തന്നെ ഇവിടെ പറയുന്നത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതിയും ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്താ കാര്യം? ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു. എന്നിട്ടോ ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. വാത്സല്യ ദൈവമക്കളെ, ദൈവജനമേ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലവുമായിട്ട് സർവശക്തനായ കർത്താവ് വരാൻ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താം. അനീതി ചെയ്യുന്നെങ്കിൽ അത് നിർത്തിക്കോണം. അശുദ്ധിയിൽ പോകുന്നെങ്കിൽ അത് നിർത്തിക്കോണം. കർത്താവിന്റെ സ്വഭാവം ഏറ്റെടുക്കണം. കർത്താവിന്റെ സ്വഭാവം എന്താ? പത്രോസ് അപ്പോസ്തലനാ പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. സ്തോത്രം. ഈ വിഷയങ്ങളിൽ കർത്താവിന് യാതൊരു കോംപ്രമൈസും ഇല്ല. പഴയ നിയമസഭയാണെങ്കിലും പുതിയ നിയമസഭയാണെങ്കിലും. ഇന്നലെ ഒരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പഴയ നിയമസഭയെ കുറിച്ച് കർത്താവ് ഇടപെട്ട കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഓർക്കുകയും ചെയ്തു. ലേവ്യ പുസ്തകത്തില് പഴയ നിയമസഭയെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു പദപ്രയോഗം ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ഓർക്കുന്നെങ്കിൽ പറഞ്ഞേ എന്തോ അവരെ അതിസംബോധന ചെയ്ത് വാത്സല്യ ദൈവമക്കളെ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ദുഷ്ടസഭ കേൾക്കുന്നില്ല, വായിച്ചിട്ടില്ലേ? ഈ ദുഷ്ടസഭ എന്നോട് എത്രയും ഒരു ദുഷ്ടസഭ. കാരണം പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാടുകൾ കൊടുത്ത് അബ്രഹാമിന്റെ കൊച്ചുമക്കളായ ഇസ്രായേൽ മക്കളെ 430 സംവത്സരം അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് സ്തോത്രം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുവാൻ, ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ മക്കൾ കണ്ടതുപോലെ അത്ഭുതം പുതിയ നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ മമ്മി? വർഷന്മാരെ ഉണ്ടോ? ഇല്ല. അതുപോലെ അത്ഭുതം. അപ്പൊ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് ദൈവപ്രമാണത്തിൽ നിൽക്കാം എന്ന് വിചാരിച്ചാൽ തെറ്റി. അത്ഭുതങ്ങളിലല്ല ദൈവസഭ നിൽക്കേണ്ടത്. ദൈവസഭ നിൽക്കേണ്ടത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ടനുസരിച്ച് ചെയ്യണം. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഓ ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ നിലനിന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം പ്രിയമുള്ളവരെ. സ്തോത്രം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരിക. എബ്രായ ലേഖനം ഇങ്ങനെ പോയ സമയത്തിന്റെ നമുക്കത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി പോകണമല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ആരാണ് ഈ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം? ആരാണ്? ഹാബേലാണ് ഒന്നാമത്തത്. 2 ഹാനോക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ആരാണ്? നോഹയുണ്ട്. സ്തോത്രം. അബ്രഹാം ഉണ്ട്. പിന്നെ ആരുണ്ട്? യാക്കോബുണ്ട്, സാറയുണ്ട്, സ്തോത്രം, ഇസഹാക്കുണ്ട്. അങ്ങനെ ഭക്തന്മാരുടെ ഒരു വലിയ നിര നമുക്കിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. മോശയുണ്ട് വിശ്വാസത്താൽ. ഇവരെല്ലാവരും നിൽക്കുകയാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. പഴയ നിയമത്തിലെ അതികായകന്മാരായ ഭക്തന്മാർ, കരുത്തന്മാർ, ശക്തന്മാർ. സ്തോത്രം. യാക്കോബിനെ കുറിച്ച് ഒരു ഗോത്ര പിതാവാണ് യാക്കോബ്. അബ്രഹാം ആരാണ്? ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം. യോസേഫ് ആരാണ്? യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. ദാവീദ് ആരാണ്? 1000 ആണ്ട് വാഴ്ചയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ദൈവം വസിക്കാനായിട്ട് വരുന്നു. ദാവീദ് കരുത്തനായ കഥാപാത്രം. സ്തോത്രം. അങ്ങനെ പഴയ നിയമത്തിലെ ജോബ്, അവർക്ക് വലിയ ശക്തന്മാരാണ്. അങ്ങനെയുള്ളവരെ ഇവിടെ പൗലോസ് ആ പറയുന്ന പ്രയോഗം നമ്മളൊന്ന് പഠിച്ചെടുക്കണം. അത് ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ചെറുതോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. അപ്പൊ ആരെ നോക്കാൻ പാടില്ല? പഴയ നിമിത്തത്തിൽ ആരെയും നമ്മൾ നോക്കരുത്. എന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നില്ല. പുതിയ നിയമത്തിലെ പാസ്റ്റർമാരെ ആരെയും നമ്മൾ നോക്കണ്ട. എന്നെ നിങ്ങൾ നോക്കണ്ട, ആരെയും നോക്കരുത്. ബലഹീനരാണ് മനുഷ്യർ, ബലഹീനരാണ് മനുഷ്യർ. പൗലോസ് പഠിപ്പിക്കുന്ന ഈ പഠിപ്പിക്കൽ നമ്മുടെ ഉള്ളിലോട്ട് കയറിയാൽ വലിയ പ്രത്യാശ ഉണ്ടാകും. യേശുവിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ദൈവത്തെ മാത്രമേ നമ്മൾ നോക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ പാളിപ്പോവും, തകർന്നു പോകും, തരിപ്പണമായി പോകും. ഈ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം ചെയ്ത ഒരു അനുസരണക്കേടിനെ കുറിച്ച് നമ്മൾ, അനുസരണക്കേടെന്ന് പറയാൻ നമ്മൾക്ക് പഠിക്കുമ്പോൾ അനുസരണക്കേട് തന്നെയാണ്. കാരണം ലോത്തിനെ പിടിച്ചോണ്ട് പോയപ്പോൾ അബ്രഹാം എന്താ ചെയ്തത്? എന്ത് ചെയ്തു? യുദ്ധം ചെയ്ത് കൊണ്ടുവന്നു, നല്ല ചുട്ട അടി കൊടുത്തു, കൊന്നു കൊലവിളി നടത്തി പലതിനെയും. കാരണം ആ പ്രമാണത്തിൽ അങ്ങനെ ആയിരുന്നു, കുഴപ്പമില്ല. എന്നിട്ട് പോലും ഇബ്രാഹിമിനെ ദൈവം പറയുന്നത് എന്താ? അവനെന്റെ സ്നേഹിതൻ. ആ ന്യായ പ്രമാണത്തിന്റെ വ്യവസ്ഥിതി അങ്ങനെ കടന്നുകൊണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സഹോദരനെ പകച്ചാൽ സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഒരു കൂട്ടു സഹോദരനെ നമ്മൾ പകയ്ക്കുകയാണെങ്കിൽ കൊലപാതകമായി. ന്യൂ ടെസ്റ്റ്മെന്റിൽ നിസാര എന്ന് പറഞ്ഞാൽ ആണോ? ഞാനും നിങ്ങളും പലപ്പോഴും അത് ചിന്തിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല. നമ്മളത് വിട്ടുകളയാ. ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവുക. ഞാൻ ഭയപ്പെടുന്ന വാക്യങ്ങൾ ഇതൊക്കെയാണ്, ഈ വിഷയങ്ങളാണ് ഞാൻ ഭയപ്പെടുന്നത്. എൻ്റെ ഒരു കൂട്ടുസാറും തെറ്റ് കാണിച്ചാൽ ഞാൻ അവനെ വിമർശിക്കും. വിമർശിച്ചിട്ട് അവനോട് പറയും, സഹോദര ഇങ്ങനെ പോയപ്പോരെ കുറിച്ച് നന്നാകണം കേട്ടോ. ആ ഭാഷ പിന്നെയും വിമർശിക്കും. വിമർശിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും നിലയിൽ വളരെ മോശമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ, സഹോദര ഇങ്ങനെ പോകരുത്, ശരിയല്ല എന്ന് പറയാനിടയാക്കി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരോടും. പറഞ്ഞ് നമ്മളാലാവുന്ന നമുക്ക് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. താവേ സഹോദരൻ വിടുതൽ പ്രാപിച്ച് വരണം, പ്രത്യാശയോടെ വരണം, മുമ്പോട്ട് വരണം, ആദിമ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അങ്ങനെ ചെയ്യാനേ നമുക്ക് പ്രമാണമുള്ളൂ. സഹോദരൻ തെറ്റിപ്പോയാൽ സൗമ്യത ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തിനെന്ന ഗലാത്യ ലേഖനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മൾ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ചിലപ്പോൾ ഇച്ചിരി പൗരുഷമായ വാക്കിൽ പ്രയോഗിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി, സഹോദരൻ ദൈവകൃപയിൽ നഷ്ടപ്പെട്ട് തീപ്പൊയ്കയിലേക്ക് പോകരുത്, മടങ്ങി വരണം. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സ്തോത്രം. ഇവിടെ സ്തോത്രം നമുക്ക് നോക്കാനായിട്ടുള്ളത് യേശു കർത്താവിനെ മാത്രം. കൊരിന്ത്യ ലേഖനത്തിലെ പൗലൂസിന്റെ ഒരു പ്രയോഗം നിങ്ങൾ പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുക. ഈ ഒരു പക്ഷം പിടിക്കലുണ്ട്. ആര് പക്ഷം? പൗലൂസിന്റെ പക്ഷം, കേഫയുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, അങ്ങനെ പല പക്ഷങ്ങൾ പിടിക്കാൻ തുടങ്ങി. അപ്പൊ പൗലൂസ് അവരെ എന്ത് ചെയ്തു? ശാസിച്ചിട്ട് എന്താ പറഞ്ഞു? ഒന്ന് പറഞ്ഞു, അതൊന്ന് പറഞ്ഞ് എനിക്ക് കേൾക്കാൻ വലിയ സന്തോഷം. അല്ല, അതിന് മുമ്പ് പറഞ്ഞ പ്രയോഗങ്ങൾ രണ്ടെണ്ണം, അത് പറയണം. പൗലൂസ് ആരെ? സാമ്പാസാലെ നമ്മൾ ആരും. അപ്പൊ എന്തുകൊണ്ട് യേശുവിനെ നോക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു വരിക. പൗലൂസ് പോലും പറഞ്ഞ എന്താ? എന്നെ പൗലൂസിനെ നോക്കിയിട്ട് എന്താ? നിങ്ങൾ എന്റെ പക്ഷം ഇതിനാ വിളിക്കുന്നത്. ഇന്നാണെങ്കിൽ എന്തായിരുന്നു എന്നെ സജിപ്പാസ്റ്ററെ? പൗലൂസ് പറയും, ആ ഒരു 10-25 പേരിന്റെ കൂടെ കൂടിയിട്ടുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടി 25 പേർക്ക് അങ്ങോട്ട് മാറി ഒരു കൂട്ടായ്മ തുടങ്ങാം എന്നങ്ങോട്ട് ചിന്തിക്കും. അങ്ങനെ ചെയ്തില്ല. പൗലൂസ് പറഞ്ഞു, പൗലൂസ് ആരെ, അപ്പൊല്ലോസ് ആരെ, കേഫ ആരെ? നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ദൈവവചനം നിങ്ങളോട് പ്രസംഗിച്ചവരാണവർ. അവരാരുമല്ല, ദൈവമത്രേ വളരുമാറാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവത്തെ, കർത്താവിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ആബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറയുന്ന ഭക്തന്മാരുടെ ഒരു വലിയ നിര ഈ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളത് വായിച്ചു പഠിച്ചോണം. 11-ാം അധ്യായത്തിൽ ആബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറയുന്ന ഒരു വലിയ ഭക്തന്മാരുടെ നിര. നിങ്ങൾ എല്ലാവരും ഇത് വായിച്ചു പഠിക്കണം. ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് വായിച്ചു പഠിച്ചോ. ഒരു വലിയ ഭക്തന്മാരുടെ നിരയുണ്ട്. എന്നിട്ട് പൗലോസ് പറയാം, അവരാരെ നോക്കരുത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. എന്താ ദൈവമക്കളെ, ഈ മെസ്സേജിന്റെ ആകത്തുക എന്താണ്? കർത്താവിനെ മാത്രം നോക്കുക. അപ്പൊ അതിന്റെ തിയോളജിക്കലായിട്ടുള്ള ഒരു വശം ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ
കർത്താവിൽ ശരണപ്പെടുക. എന്തുകൊണ്ട് മനുഷ്യനെ നോക്കരുത്? ഒരു മറുപടി ആരെങ്കിലും പറഞ്ഞാൽ കൊള്ളാം. നല്ല സുന്ദരമായൊരു മറുപടി. അമ്മാമ്മയ്ക്കൊക്കെ അറിയാൻ പറഞ്ഞു. ഉള്ളി കിടപ്പുണ്ട്, ഇങ്ങോട്ട് വെളിയിലോട്ട് വരുന്നില്ല. കറക്റ്റ്. അതൊന്നാ, മനുഷ്യൻ തെറ്റിപ്പോയി. 2, മനുഷ്യന്റെ ആത്മാവിനെയാണ് വീണ്ടെടുത്തിരിക്കുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്ന എപ്പോഴാ? കർത്താവിന്റെ പ്രത്യക്ഷത. അതുവരെ ഈ മനുഷ്യൻ ആരാ? ബലഹീനൻ. അല്ലല്ലോ. ഇപ്പൊ ഞാനൊരു ബലഹീനനാണ്, നമ്മളെല്ലാവരും ബലഹീനനാണ്. പക്ഷെ നമ്മൾ കാണുന്നത് മറ്റുള്ളവരെയാണ് കാണുന്നത് തെറ്റായിട്ട്. നമ്മളെ കാണുന്നില്ല, സ്വയം കാണുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ ഒരു പിക്ചറാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നിലൊരു ബലഹീനത കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം?